നമുക്കൊരു ഉരുളൻകിഴങ്ങ് തക്കാളി സവോള ഇട്ടിട്ടൊരു ചെറിയ കറി ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പം അത് നമുക്ക് ദോശ കഴിക്കുമ്പോഴാണ് ചട്നിയുടെ കൂടെ ഒരു ദോശ ചട്നി പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് കറിയായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് ഉപ്പിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും തക്കാളിയും സവോളയും കൂടി വെക്കുന്ന കറിയിൽ ഉരുളൻകിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നു അതിൽ സവോള ഇടാം. സവോള അങ്ങനെ ആയി വരട്ടെ. സവോള ഒന്ന് വഴന്ന് വരട്ടെ. സവോള ഒരു ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. കടിക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളിൻ്റെ ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതൊക്കെ കൂടി ഇടാം. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമുളക് പോണ വരെ ഇളക്കാം. സിമ്പിൾ കറിയാണ് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് മീൻ വറുത്തതോ പിന്നെ ഞാൻ മീൻ വറുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലെ മീൻ വറുത്തതോ മുട്ടക്കറി ഒക്കെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് മുട്ട പുഴുങ്ങിട്ടോ ഒക്കെ കഴിക്കാം. നന്നായി പച്ചമുളക് ഇടണം. കൊല്ല് വേണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇടുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഇത് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളതാണ്. പച്ചമുളക് ഒരു 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അത് കുറച്ച് എടുക്കണമല്ലോ. അധികം രസം ഉണ്ടാവില്ല. ചെറിയ കറിയാണ്. ഇതിൻ്റെ പച്ചമുളക് പോണ വരെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് പച്ചമുളക് പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് നമ്മൾ തീയൊന്ന് ചെറുതാക്കി വെച്ചിട്ട് നമ്മളത് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി അതിൽ ഉടഞ്ഞു വരുന്നുണ്ടാവും. തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ നന്നായി ഉടച്ച് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതെല്ലാം ചെറുതാക്കി എടുക്കണം. അപ്പം ഞാനത് മുടക്കിട്ടു. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നല്ല കുറുതായിട്ടുള്ള ഉരുളൻകിഴങ്ങ് കറി നമുക്ക് ദോശയ്ക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കാം. നല്ല കറി ചട്നി ദോശ സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയല്ല ഞാനിടുന്നുണ്ട്.
ഉരുളക്കിഴങ്ങ് എടുത്ത് നിൽക്കാനൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിനപ്പം ഞാൻ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.